ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഒപ്പം അതിൽ രാജ്യത്തെ ചലച്ചിത്ര പരമോന്നത പുരസ്കാരം എന്ന് പറയാവുന്ന ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മോഹൻലാലിന് വിതരണം ചെയ്തു. ആ വാർത്ത അദ്ദേഹത്തിന് സമ്മാനിച്ച വാർത്ത തന്നെയാണ് ഇന്നത്തെ തലക്കെട്ടുകളിൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചിത്രമായിട്ട് ഒന്നാം പേജിൽ നമ്മൾ പത്രം എടുക്കുമ്പോൾ, രാവിലെ പത്രം എടുക്കുമ്പോൾ എല്ലാ പത്രത്തിൻ്റെ ഒന്നാം പേജിലെ ടോപ്പിൽ അത് തന്നെയാണ്. ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഒപ്പം അതിൻ്റെ പലതരത്തിലുള്ള ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു. മലയാള മനോരമയിൽ ഷാറൂഖ് ഖാൻ വന്ന് ആലിംഗനം ചെയ്യുന്ന ചിത്രം വളരെ സ്നേഹവായ്പോടെ, പ്രത്യേകിച്ച് ഹിന്ദി ലോകത്തെ അടക്കം ഉള്ള എല്ലാ നടീനടന്മാരും വലിയ ആദരവോടെ കാണുന്നവരാണ് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ. അപ്പം അതിൻ്റെ ചിത്രം സഹിതമുള്ള വാർത്തകളാണ് ഇന്ന് എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നത്. കിരീടം ചൂടി മലയാളം എന്ന് മാതൃഭൂമി. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ജന്മഭൂമി പ്രിയപ്പെട്ടവരെ ഹൃദയപൂർവ്വം ഇത് ഏറ്റുവാങ്ങുന്നു എന്നാണ് ജന്മഭൂമിയുടെ തലക്കെട്ട് ഉള്ളത്. ഒപ്പം കംപ്ലീറ്റ് ആക്ടറെ നമിച്ച് രാജ്യമെന്ന് കേരള കൗമുദി എഴുതിയിട്ടുണ്ട്. ഒപ്പം വിണ്ണോളം മലയാളം എന്ന് ദീപിക എഴുതിയിരിക്കുന്നു. അതുപോലെ ഓരോ പത്രങ്ങളിലും വളരെ രസകരമായ തലക്കെട്ടുകൾ തന്നെയാണുള്ളത്. ലാലിസത്തിൽ അലിഞ്ഞ് വിജ്ഞാൻ ഭവൻ എന്ന് മെട്രോ വാർത്തയുടെ തലക്കെട്ട്. ഇത് വീക്ഷണത്തിൻ്റേത് ലാലസാമോദം മലയാളം എന്നാണ് ആ വാക്ക്. അത് വായിച്ചെടുക്കുക, അത് ആളുകൾ ഇങ്ങനെ എന്താണ് അതിൻ്റെ അർത്ഥമെന്നൊക്കെ ചിലപ്പം നോക്കുമായിരിക്കും. എന്നാലും വളരെ രസകരമായിട്ട് തന്നെ എല്ലാവരും നൽകി എന്ന് പറയാം. എല്ലാ പത്രങ്ങളിലും ഇതിൻ്റെ ഉൾപേജുകളിലെല്ലാം. ഒപ്പം അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അത് ഏതായാലും ബാലൻസ് ചെയ്യുന്ന രീതിയിൽ മംഗളത്തിൻ്റെ ഒന്നാം പേജിൽ നമുക്കെല്ലാം പ്രിയപ്പെട്ട ഉർവശിക്ക് ഉള്ള പുരസ്കാരം, വിജയരാഘവനുള്ള പുരസ്കാരം, അതിൻ്റെ ചിത്രങ്ങളും കൂടെ കൃത്യമായി പ്ലേസ് ചെയ്തിരിക്കുന്നു. അതിലൊരു കാരണം ഉർവശിയെ സംബന്ധിച്ചിടത്തോളം ഈ മോഹൻലാലിനെ പോലെ തന്നെയാണല്ലോ ഉർവശി ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടി, എക്കാലത്തെയും മികച്ച നടിമാരിൽ ഒരാൾ എന്ന് പറയാവുന്ന ഒരാളാണ് ഉർവശി. അപ്പോൾ ഉർവശിക്ക് ഒരുപാട് എന്താ പറയുക, കുറച്ച് വൈകിട്ടാണെങ്കിൽ പോലും പുരസ്കാരം ലഭിച്ചതും ഒന്നാം പേജിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്നു. ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടോ?